ഉള്ളി സമോസയും ഉരുളക്കിഴങ്ങ് സമോസയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായി 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടിയും 1/4 ഗ്ലാസ് മൈദയുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായി 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം 1/4 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കുന്നു. മൈദ ചേർക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ സമോസ ഷീറ്റിന് സോഫ്റ്റായി ഇരിക്കാൻ വേണ്ടിയാണ് മൈദ ചേർക്കുന്നത്. എങ്ങനെയാണ് സമോസ ഷീറ്റ് ഉണ്ടാക്കുന്നതെന്ന് പതിയെ പറഞ്ഞു തരാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ 1 ടീസ്പൂൺ എണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. എണ്ണ നല്ലതുപോലെ മിക്സ് ആകണം. ഇതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്ത് കൊടുത്ത് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കേണ്ടതാണ്. മുഴുവൻ വെള്ളം ആദ്യം ചേർക്കരുത്, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വീണ്ടും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. സമോസ ഷീറ്റ് ഉണ്ടാക്കുന്നതിനുള്ള മാവ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി ഈ മാവ് കൊണ്ട് ചെറിയ ഉരുളകൾ ഉണ്ടാക്കുക. ഓരോ ഉരുളകളും കൊണ്ടായിരിക്കും ഓരോ സമോസ ഷീറ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 5 ഉരുളകളോളം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഓരോ ഉരുളകളും എടുത്ത് നല്ലതുപോലെ പരത്തിയെടുക്കുക. നമ്മളിവിടെ സമോസ ഷീറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീളത്തിലാണ് പരത്തേണ്ടത്, വട്ടത്തിലല്ല. നീളത്തിൽ നല്ല നൈസായിട്ട് പരത്തിയതിന് ശേഷം അതിൽ നിന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഉള്ള ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇതാണ് നമ്മൾ സമോസയുടെ ഷീറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീളത്തിൽ നല്ല നൈസായിട്ട് ഇടയ്ക്ക് കുറച്ച് പൊടിയിട്ട് നല്ലോണം പരത്തിയെടുക്കേണ്ടതാണ്. അത് കറക്റ്റ് ഷേപ്പായിട്ട് വരുന്നതാണ് സമോസയ്ക്ക് നല്ലത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ കുറച്ച് മൈദയും ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഈ ഷീറ്റിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ സമോസയ്ക്ക് വേണ്ടി മടക്കുമ്പോൾ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള സമോസ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. എത്രത്തോളം നല്ലതുപോലെ കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതുപോലെ റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സമോസ ഷീറ്റ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതുപോലെ ബാക്കിയുള്ള ഉരുളകളും കൊണ്ട് ഷീറ്റ് ഉണ്ടാക്കുക. അടുത്തതായി ഉള്ളി സമോസയ്ക്ക് വേണ്ടി കുറച്ച് സവാളയും കരിവേപ്പിലയും അരിഞ്ഞെടുക്കുക. അടുത്തതായി പാൻ ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ സവാള ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം വളരെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. സമോസയ്ക്ക് വേണ്ടിയുള്ള സവാള ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അടുത്തതായി സമോസ ഷീറ്റ് ഒട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പശ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടി 2 സ്പൂൺ മൈദ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നു. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കണം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഈ ഒരു മിക്സ്ചർ ഒരു പേസ്റ്റ് പോലെ ഇരിക്കണം, എന്നാലേ പശ പോലെ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ മൈദ ഷീറ്റ് ഒട്ടിച്ചു വെക്കുന്നതിനുള്ള പശ റെഡിയായിരിക്കുകയാണ്. ഇനി ഒരു പാന് ചൂടാക്കി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമോസ ഷീറ്റ് ഒരു 10 സെക്കൻഡ് മാത്രം ഓരോ സൈഡും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അത് ഈ ഷീറ്റിന് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ സമോസയ്ക്ക് വേണ്ടി ഇത് മടക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞു പോകാനോ കീറിപ്പോകാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാഴയിലയെല്ലാം വാട്ടുന്നത് പോലെ ചെറുതായി ഒരു 10 സെക്കൻഡ് 2 സൈഡും ചൂടാക്കിയെടുക്കുക. ഇനി നമ്മൾ ഈ ഷീറ്റ് ഇങ്ങനെ കയ്യിലെടുത്ത് ഒരു കോണിൻ്റെ ആകൃതിയിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് താഴെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു കോണിൻ്റെ ഷേപ്പിൽ ഉരുട്ടി മടക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺ പോലെ തന്നെ നല്ല ഷേപ്പിൽ ഇരിക്കുന്നത് കാണാം. ഇതിനകത്തേക്കാണ് നമ്മുടെ സവാള ഫില്ലിങ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് സവാള ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കോണിൻ്റെ അറ്റത്ത് എത്തുന്നവരെ ചെറുതായൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എത്തിയാൽ മാത്രമേ ഇത് നല്ല കൂർത്ത ഷേപ്പിൽ ഇരിക്കുകയുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള സവാള
ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം മടക്കി അകത്തേക്ക് വെക്കുക. നല്ല കറക്റ്റായിട്ടിരിക്കണം, അല്ലെങ്കിൽ അത് തുറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മടക്കി വെച്ചതിന് ശേഷം ഈ ഷീറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗം, കൈയുടെ സൈഡിലേക്ക് കിടക്കുന്ന ബാക്കിയുള്ള ഭാഗം നമ്മളിങ്ങനെ മടക്കി ഒരു സൈഡിലേക്ക് മടക്കി എടുക്കുക. അപ്പോൾ നമുക്കൊരു പടക്കത്തിൻ്റെ രൂപത്തിൽ കിട്ടുന്നതാണ്. ഇനി ഈ സമോസ ഒരു സൈഡിലേക്ക് ആക്കിക്കൊണ്ട് ബാക്കിയുള്ള ഷീറ്റും ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ കറക്റ്റ് പടക്കത്തിൻ്റെ ഷേപ്പിലിരിക്കും. ഇനി ഈ ഷീറ്റാണ് നമ്മൾ സമോസയിലേക്ക് ഒട്ടിച്ച് വെക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ കുറച്ച് നേരത്തെ പശ ഉണ്ടാക്കിയത്. 2 സ്പൂൺ മൈദയും കുറച്ച് വെള്ളവും ചേർത്ത് പശ ഉണ്ടാക്കിയത്. ഈ പശ ഈ ബാക്കിയുള്ള ഷീറ്റിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഫുള്ള് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് തന്നെ ഗ്യാപ്പൊന്നും വരാതെ നല്ല കൂർത്ത ഷേപ്പിൽ കോണ് വരുന്നത് പോലെ വെച്ചിട്ട് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് ഒട്ടിച്ച് എടുക്കുന്നത് പോലെ എടുക്കുക. ബാക്കി ഏതെങ്കിലും ഷീറ്റിൻ്റെ അറ്റം ഉണ്ടെങ്കിൽ അതും കുറച്ച് പശ ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ച് എടുക്കുക. അപ്പോൾ നല്ല നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു പടക്കത്തിൻ്റെ ഷേപ്പിൽ കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് സമോസയുടെ ഫില്ലിങ് ഷീറ്റിനകത്ത് നിറയ്ക്കുന്നത്. ഇനി ഒരു ചട്ടിയിൽ എണ്ണ എടുത്ത് അത് നല്ലതുപോലെ തിളക്കാൻ അനുവദിക്കുക. ഇത് കറക്റ്റ് തിളച്ചോ എന്നറിയാൻ വേണ്ടി അതിലേക്കൊരു സമോസ ഷീറ്റ് കഷ്ണം ഇടുക. അപ്പോൾ ഇതുപോലെ വരുന്നതാണ്. ഇനി ഈ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമോസ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കണം, അല്ലെങ്കിൽ ഈ സമോസ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു വശം റെഡിയായതിനു ശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 വശവും നല്ലതുപോലെ ഫ്രൈ ആകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സമോസ റെഡിയായിരിക്കുകയാണ്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2 ഉള്ളി സമോസ റെഡിയാക്കിയിരിക്കുകയാണ്. അടുത്തതായി ഉരുളക്കിഴങ്ങ് സമോസ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ഗ്രീൻ പീസും ഒരു കുക്കറിൽ വേവിക്കാൻ ഇടുകയാണ്. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെന്തതിന് ശേഷം സവാളയും കറിവേപ്പിലയും കടുകും ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു. ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നു. ഉരുളക്കിഴങ്ങ് സമോസയുടെ ഫില്ലിംഗ് റെഡിയായിരിക്കുകയാണ്. ഇനി ഉരുളക്കിഴങ്ങ് സമോസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഉരുളി സമോസയ്ക്ക് ചെയ്ത പോലെ തന്നെ ആ ഷീറ്റ് കയ്യിലെടുത്ത് ഒരു സൈഡിലേക്ക് ആദ്യം കോണോട് കോണ് മടക്കിയെടുക്കുന്നു. പിന്നെ ഇതുപോലെ ഉരുട്ടി ഒരു കോണിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം കുറച്ച് ഉരുളക്കിഴങ്ങ് അതിനകത്തേക്കിട്ട് ഒരു വിരൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അറ്റം വരെ കോണ് വരെ ചെല്ലുന്നതാണ്. അതിന് ശേഷം ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് ഉള്ളി മിശ്രിതം ഇതിനകത്തേക്ക് നിറച്ച് ഫില്ല് ചെയ്യുക. ഇതൊന്നുകൂടെ കാണിച്ചു തരുന്നത് നേരത്തെ കണ്ടവർക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു അറ്റം ഇതിനകത്തേക്ക് മടക്കി വെക്കുക. ഈ ഫില്ലിങ് ഇതിൽ ഫുള്ളായിട്ട് നിറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരികയില്ല. അപ്പോൾ കുറച്ചുകൂടെ ഫില്ലിങ് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഫില്ലിങ് വെച്ച് ഇതൊന്ന് മടക്കി വെക്കുന്നു. അതിനുശേഷം ഈ ബാക്കിയുള്ള ഷീറ്റിങ്ങിനെ മടക്കി ഒരു സൈഡിലേക്ക് സമോസ വരുന്നത് പോലെ, ഒരു സൈഡിലേക്ക് സമോസ വരുന്നത് പോലെ ഇങ്ങനെ ആക്കിയെടുക്കുന്നു. എന്നാലേ അതൊരു കറക്റ്റ് ഒരു ഓലപ്പടക്കത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ബാക്കിയുള്ള ഷീറ്റിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പശ ഒന്ന് ഫുള്ളായി തേച്ച് കൊടുക്കുന്നു. ഇത് നല്ലതുപോലെ തേച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ഇത് തുറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പശ പോലെ നമ്മൾ ഈ മൈദ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. വളരെ കുറച്ച് മൈദ മതിയാവും. ഇനി ഇതുപോലെ മടക്കി നമ്മൾ ആ സമോസയിലേക്ക് ഒട്ടിച്ച് വെക്കുന്നു. എല്ലാ കോണും മാക്സിമം കൂർത്ത് വരുന്ന പോലെ, ഹോള് അടഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല, എന്നാലും നമ്മൾ മാക്സിമം ശ്രമിക്കുക. ഇനി ബാക്കി ഏതെങ്കിലും മടങ്ങിയോ അല്ലെങ്കിൽ ഒട്ടാനോ ഉണ്ടെങ്കിൽ അവിടെയും എല്ലാം കുറച്ച് ഈ പശ ചേർത്ത് നല്ലതുപോലെ ആ ഷീറ്റ് ഒട്ടിച്ച് വെക്കുക. ഇപ്പോൾ സമോസ നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ 2 ഉരുളക്കിഴങ്ങ് സമോസയും നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു.
ഉള്ളി സമോസയ്ക്ക് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് സമോസയും തിളച്ച എണ്ണയിൽ വറുത്ത് കോരി എടുക്കുകയാണ്. അങ്ങനെ ഉള്ളി സമോസയും ഉരുളക്കിഴങ്ങ് സമോസയും നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദി.